എല്ലാവർക്കും MICയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാനറ ബാങ്കിൻ്റെ ഗോൾഡ് ലോൺ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓൺലൈൻ വഴി നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും അടയ്ക്കുന്നതെന്നാണ്. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഗോൾഡ് ലോണിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും ഓൺലൈൻ വഴി നമ്മൾ നടത്തുന്നത്. ഇതാണ് നമ്മുടെ കാനറ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ കാര്യങ്ങളും ചെയ്യുക. ലോഗിനും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റർഫേസും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും മുകളിൽ നമുക്ക് ലോൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, നാലാമത്തെ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ് വരുന്നത്. അതിന് തൊട്ട് താഴെ തന്നെ കാണുന്ന ആ ബോക്സ് പോലുള്ള സംഭവത്തിനാണ് നമ്മുടെ ഗോൾഡ് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നതാണ് ഗോൾഡ് ലോണിൻ്റെ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് സ്ക്രോൾ ചെയ്താൽ മതി കേട്ടോ. ഒന്നിൽ കൂടുതൽ ഗോൾഡ് ലോണും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാനേജ് എന്ന് പറഞ്ഞതിന് തൊട്ട് താഴെ തന്നെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ് ലോണിൻ്റെ ബാക്കിയുള്ള സെക്ഷനും കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ വെച്ചിരിക്കുന്ന ഡേറ്റ് എന്നാണ്, എമൗണ്ട് എത്രയാണ്, അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പേയും കാര്യങ്ങളും ചെയ്യുന്നത് നോക്കിയാലോ. ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്ക് റീപേ ലോൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. ഏറ്റവും താഴെയാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഫേസിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും താഴത്തെ നമുക്ക് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് വരുന്നത് കസ്റ്റം എമൗണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് 4ാമത്തെ ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്കും കാര്യങ്ങളും ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നപ്പോൾ അവിടെ നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ ഗോൾഡ് ലോണിലോട്ട് അടയ്ക്കാൻ പോകുന്നത് അവിടെ നമ്മളത് കൊടുക്കുക. 50,000, ഞാനിപ്പോൾ 60,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. 60,000 കൊടുത്തതിന് ശേഷം ജസ്റ്റ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ അതൊന്ന് കൺഫേം വന്ന് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്കിനി കൺഫേം എന്ന് കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എംപിനാണ് ചോദിക്കുന്നത്. നമ്മുടെ കൊടുത്തിരിക്കുന്ന പാസ്വേഡും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണും. ഇത്രയേ ഉള്ളൂ ഗോൾഡ് ലോണും കാര്യങ്ങളും ഓൺലൈൻ വഴി നമുക്ക് അടയ്ക്കാൻ വേണ്ടി വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഗോൾഡ് ലോണും കാര്യങ്ങളും ചെയ്യുന്നത്. എങ്ങനെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളും നടത്തേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും നമ്മൾ കൊടുത്തപ്പോൾ. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ഫസ്റ്റ് ടൈം നടത്തുമ്പോൾ പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം ആണെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ചാർജ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കാണും. അതും ഈടാക്കുന്നതായിരിക്കും ഈ നമ്മൾ ഫസ്റ്റ് ടൈം അടയ്ക്കുമ്പം തന്നെ. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മൾ പലിശ പിന്നീട് ഒരു 3-4 മാസങ്ങൾ കഴിയുമ്പോൾ ആയിരിക്കും ആഡാവുന്നത്. അപ്പോൾ ഈ 10 ലക്ഷത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ 1 ലക്ഷം അടച്ച് എന്ന് വെച്ചാൽ ബാക്കി 9 ലക്ഷമാണ്. അപ്പോൾ 9 ലക്ഷത്തിൻ്റെ കൂടെ ആയിരിക്കും മറ്റേത് ആഡാവുന്നത്. അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നീട് ലാസ്റ്റ് നമ്മൾ 0 പൈസ 10 ലക്ഷം നമ്മൾ ഫുൾ അടച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ ഒരു ഫീസ് കാണും. അതും കൂടെ അടച്ചതിന് ശേഷമാണ് നമ്മുടെ ഗോൾഡും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം നിധി നമ്മുടെ ചാനലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും നമ്മളെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം നിധി. ബൈ.